ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലെത്തിയിരിക്കുന്നത് പ്രമോഷനോടെ മോദിയുടെ പ്രത്യേക ദൂതനായി. ബീഹാറിന്റെ 30ാമത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 26 വർഷത്തിനു ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരിക്കുകയാണ് അദ്ദേഹം. കേരളത്തിൽ നിന്നും ബീഹാറിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയത് സൈബർ ഇടത്തിൽ സഖാക്കൾ ആഘോഷിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ ഇവിടെ നിന്നും പറത്തിയെന്ന വിധത്തിലാണ് പ്രചരണം. എന്നാൽ കുറച്ചു കാലമായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പദവി വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് സാഹചര്യം ഒത്തുവന്നതോടെ അതിന് അവസരം കേന്ദ്രം ഒരുക്കി നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും BJPയുടെ സഖ്യകക്ഷിയാണ് നിതീഷ് കുമാർ. എന്നാൽ എപ്പോഴും ചാഞ്ചാടുന്ന സ്വഭാവമുള്ള നിതീഷ് കുമാർ നിലപാടുകൾ മാറ്റിയാൽ അത് BJPക്ക് തന്നെ പണിയാകും. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ ദൂതനായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രമോഷനാണ് ആരിഫ് മുഹമ്മദ് ഖാന് ലഭിച്ചിരിക്കുന്നത്. ജനതാദൾ രാഷ്ട്രീയ കാലത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് നിതീഷ് കുമാറും ആരിഫ് മുഹമ്മദ് ഖാനും. അദ്ദേഹത്തിന് ബീഹാറിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സ്വാധീനവുമുണ്ട്. നിതീഷ് കുമാറിന് നിറം മാറുന്നു എന്ന് തോന്നിയതോടെ പഴയകാല സുഹൃത്തായ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിക്കാൻ അമിത്ഷാ നിർദ്ദേശിച്ചതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിൽ ഇടത് സർക്കാരുമായി ഏറ്റുമുട്ടി മുന്നോട്ടു പോയ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിൽ എന്ത് ലൈൻ സ്വീകരിക്കുമെന്ന് മാത്രമാണ് അറിയേണ്ടത്. നയതന്ത്ര വഴിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ബീഹാറിന്റെ തുടക്കം. ബീഹാർ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പായി RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും അവശ്യഘട്ടത്തിൽ RJDയുടെ സഹായം BJPക്ക് ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. എന്നാൽ ലാലു പ്രസാദ് യാദവിനെ കണ്ടതിൽ എന്താണ് സംശയാസ്പദമെന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം. എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു. 26 വർഷത്തിനു ശേഷം ബീഹാറിൽ ഗവർണറാകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യത നേടാനും ആരിഫ് മുഹമ്മദ് ഖാൻ വഴി BJP ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നലെ രാവിലെയാണ് ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റത്. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് K വിനോദചന്ദ്രൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തേജസ്വി യാദവും ഗവർണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. തിങ്കളാഴ്ച പട്നയിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി, സ്പീക്കർ നന്ദകിഷോർ യാദവ് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയുക്ത ഗവർണറെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. പഴയകാല സുഹൃത്തുക്കളുടെ കൂടിച്ചേരൽ കൂടിയായി ഇത്. അതേസമയം ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണറായി എത്തുമ്പോൾ കേരളത്തിലെ സർക്കാരിന്റെ ആശങ്കയും ഒഴിയുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ സർവകലാശാല വിഷയങ്ങളിൽ നേരിട്ടിടപെട്ട് ബീഹാർ സർക്കാരുമായി പോരടിച്ചാണ് ആർലേക്കറുടെ വരവ്. ആരിഫ് മുഹമ്മദ് ഖാൻ BJPയോടും സംഘപരിവാറിനോടും അനുഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ അർലേക്കർ BJP നേതാവും RSSുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഗോവ സ്വദേശിയായ അർലേക്കർ BJP രൂപം കൊണ്ട 1980 മുതൽ പാർട്ടിയുടെ ഭാഗമാണ്. BJP ഗോവ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അടിമുടി രാഷ്ട്രീയക്കാരനായ ആർലേക്കറിന്റെ കരുനീക്കങ്ങളെ നേരിടുന്നതാവും കേരളത്തിന്റെ ഇടത് സർക്കാരിന്റെ വെല്ലുവിളി. ജനുവരി 3ാം വാരം നിയമസഭ തുടങ്ങും. പുതിയ വർഷത്തോടെ സഭ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുക. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര വിമർശനവും ഉള്ളടക്കമാകും. പുതിയ ഗവർണർ നയപ്രഖ്യാപനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാകും.